എന്തായാലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ കോൺഗ്രസ് ഒരു വശത്ത് ശക്തമായി പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ശ്രീ അടൂർ പ്രകാശ്. കേരളത്തിൽ CPM കാണിക്കുന്ന വോട്ടർ പട്ടിക അട്ടിമറിയുടെ ഓൾ ഇന്ത്യ പതിപ്പാണ് BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണ്ണിനോട്. കേരളത്തിലെ വോട്ടർ പട്ടികയിലും കള്ളവോട്ട് വ്യാപകമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം 1.64 ലക്ഷം കള്ളവോട്ടുണ്ടെന്നും കേരളത്തിലെ വോട്ടർ പട്ടികയിലെ അട്ടിമറി രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. വളരെ വ്യാപകമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കണ്ടെത്തുകയും അത് പുറത്തു പറയുകയും ചെയ്ത കേരളത്തിലെ ഇതിന് മുന്നിൽ നിന്ന് നയിച്ചത് അടൂർ പ്രകാശാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് നമ്മോട് സംസാരിക്കുന്നു. CPM ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പതിപ്പാണ്, ഒരു ഓൾ ഇന്ത്യ പതിപ്പാണ് BJP എന്നാണോ അങ്ങ് പറയുന്നത്? CPM ചെയ്തതിൻ്റെ ഒരു വലിയ പതിപ്പായിട്ട്, ഓൾ ഇന്ത്യ പതിപ്പായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ചെയ്യുകയല്ലേ. ഇപ്പോൾ ഇവിടെ ബീഹാറിൽ ഇത് ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, അതുപോലെ കർണാടകത്തിൽ ചെയ്തു. ഇതൊക്കെ കണ്ടെത്തുവാനും ഇത് കുലങ്കഷമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തയ്യാറാകേണ്ട അവസരമായി മാറിയിരിക്കുക. BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആളുകളെ കടത്തിക്കൊണ്ടുവരണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പം തൃശ്ശൂരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ രണ്ടുപേരും പറയുന്നു, CPIയുടെ സ്ഥാനാർത്ഥിയും പറയുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പറയുന്നു ഇവിടെ കള്ളവോട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ പണികൾ അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് എത്രയോ വർഷക്കാലമായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരേ ആളിന് തന്നെ 2-3 ഇടത്ത് വോട്ടുകളുണ്ട്. അപ്പോൾ അവർ ആ വോട്ടുകൾ ഇപ്പം ആദ്യം 2019 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അവസാനം എന്നോട് വന്ന് ചോദിച്ചു, ജനാധിപത്യം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ജനാധിപത്യം എന്താണെന്ന് ഞാൻ അവരോട് തന്നെ പിന്നെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ കയ്യെ മഷിയിടുമ്പോൾ അത് തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് അത്. എവിടെ? ഞാൻ അവരോട് തന്നെ ചോദിച്ചു എവിടെ കിട്ടും? അപ്പോൾ ഇന്ന സ്ഥലത്ത് കിട്ടും. അവർ എന്നെക്കൊണ്ടത് വാങ്ങിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കള്ളവോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കള്ളവോട്ട് അങ്ങനെ ചേർത്തിട്ടില്ല. എങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് മേടിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ ജനാധിപത്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ 5 തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിച്ചതാണ്. ആ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എങ്കിലും ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതേക്കുറിച്ച് അറിയില്ലായിരുന്നു. എങ്കിലും ആറ്റിങ്ങൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു പുതിയ പേര് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി വളരെ ബോധപൂർവമായി ഇന്ന് കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ UDFൻ്റെ ചർച്ചകളിലും മറ്റും, അതുപോലെ ഞാൻ ഇവിടെ വന്ന AICCയിൽ നടന്ന ചർച്ചയിലും മറ്റും ഞാൻ ഈ കാര്യങ്ങൾ AICCയുടെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഖാർഗേജി ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. ഇവിടെ കള്ളവോട്ടിലൂടെ വിജയിക്കാൻ കഴിയും എന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി. രണ്ടാമത് ഇപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് BJPയും ഇവിടെ ഇന്ത്യ രാജ്യത്ത് മൊത്തമായി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ജനാധിപത്യ വ്യവസ്ഥയിലുണ്ടായെങ്കിൽ മാത്രമേ ഇത് പരിഹരിച്ചു പോകാൻ പറ്റൂ. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള നിയോജകമണ്ഡലത്തിൽ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വോട്ടിംഗ് തിരിമറി അതൊരു ക്ഷമിക്കാവുന്ന ഒരു കുറ്റമല്ല. അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കും. അതിനുവേണ്ടിയുള്ള ഒരു മീറ്റിങ്ങിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അടൂർ പ്രകാശ് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.